2 ദിവസം എവിടെയെങ്കിലും യാത്ര പോകാൻ ഇറങ്ങിയ വീട് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യുന്ന വളരെ ഓസിഡിക്കായിട്ടുള്ള 2 പേരാണ് ഞാനും ഗിരീഷേട്ടനും. അപ്പോൾ നിങ്ങൾ ഓസിഡിക്കാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഈ തിരക്കുള്ള ലൈഫിൽ നിന്ന് ഞങ്ങൾ നേരെ ഒരു സ്റ്റെക്കേഷൻ അടിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞങ്ങളിതാ കയറിയത് ഞങ്ങളുടെ സ്വന്തം മീൻചട്ടിയിലാണ്. ഫുഡും കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ ഇവിടേക്ക്. ഞങ്ങൾ എത്തിയത് ഈഗിൾസ് ഗ്ലൈഡ് എന്ന റിസോർട്ടിലാണ്. പീരുമേടാണ് കേട്ടോ. ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്. ഒരുപാട് വലുതല്ലെങ്കിലും ഉള്ള സ്ഥലം നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കാർ പാർക്കിംഗ് ഏരിയ ആണെങ്കിലും സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും എല്ലാം ഗംഭീരമാണ്. അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. റൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ആംബിയൻസ്, ഫ്രാഗ്രൻസ്, ആ ഒരു കോസി കോംഫി ഫീൽ എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ റൂം. എല്ലാം വെൽ മെയിൻറ്റെയിൻഡ്, ഓർഗനൈസ്ഡ്. പിന്നെ ഈ റൂമിൽ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ ബാൽക്കണിയാണ്. ബാൽക്കണി വ്യൂ ഒരു രക്ഷയില്ല. ആ ഒരു ടീ പ്ലാന്റേഷൻ്റെ നടുവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഈവനിങ് 4:35 ആയി. ഞങ്ങളൊന്ന് സെറ്റിലായപ്പോഴേക്കും രാത്രിയായി. അപ്പോഴേക്കും ഡിന്നർ വന്നു. ഡിന്നർ അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഒന്നിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. പിന്നെ ഇഷ്ടമുള്ള സിനിമയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണല്ലോ. എന്നിട്ട് നമ്മളൊരു ചെറിയൊരു നൈറ്റ് വാക്കിനിറങ്ങി. ഇതാണ് പുറത്തെ ഒരു ആംബിയൻസ് രാത്രി. അപ്പോഴാണ് കാറ് ചാർജിനിടാത്ത കാര്യം ഓർത്തത്. ഓടിപ്പോയി കാറ് ചാർജിനിട്ടു. അവിടെ തന്നെ ഒരു EV ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നു. സ്റ്റെക്കേഷനെ റിലാക്സ് ചെയ്യാൻ വന്നതാണെങ്കിലും വർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട്. അപ്പോൾ വർക്കേഴ്സ് വേർഷിപ്പ് എന്നാണല്ലോ. എല്ലാ ജോലിയും തീർത്തിട്ട് 3 മണിക്ക് ഞങ്ങൾ ഓഫായി. ബാക്കി വിശേഷങ്ങൾ നാളെ.